പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രൈസ്റ്റ് ബ്ലെസ്സസ് എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ ഇന്ന് പകൽക്കാലം നിങ്ങളോടൊത്ത് കർത്താവിൻ്റെ സാക്ഷി അനിപ്പാൻ ദൈവം അനുവദിച്ച വലിയ ഭാഗ്യത്തോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങൾക്കേവർക്കും വന്ദനം പറയുകയും ചെയ്യുന്നു. എൻ്റെ പേര് പാസ്റ്റർ വിജയ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകരയ്ക്ക് അടുത്ത് കുടുംബമായി താമസിക്കുന്നു. ഒരു അക്രൈസ്തവ വിശ്വകർമ്മ സമുദായത്തിൽ ജനിച്ചയാളാണ് ഞാൻ. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ, വലിയ ദാരിദ്ര്യത്തിലാണ് ജനിച്ചതും വളർന്നതുമെങ്കിലും ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ക്രൈസ്തവ വിരോധം എൻ്റെ രക്തത്തിനകത്ത് അലിഞ്ഞു ചേരുകയായിരുന്നു. അതുകൊണ്ട് ഇന്ത്യയിലെ ക്രൈസ്തവരെ മുഴുവൻ നശിപ്പിക്കണം, മുസ്ലിങ്ങളാണെങ്കിൽ അവരെ പാകിസ്ഥാനിൽ പറഞ്ഞയക്കണം എന്നുള്ള മനോഭാവം ഉള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അങ്ങനെ എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ എൻ്റെ അച്ഛൻ വലിയ മദ്യപാനിയായിരുന്നു. അങ്ങനെ വലിയ ദാരിദ്ര്യത്തിലൂടെ അനുഭവിക്കുന്ന കാലഘട്ടത്തിൽ എനിക്ക് 10 വയസ്സോളം പ്രായമുള്ളപ്പോൾ എൻ്റെ പിതാവ് മദ്യപിച്ച് അപകടത്തിൽപ്പെട്ട് മരണപ്പെടുവാനിടയായി. 29 വയസ്സോളമുള്ള എൻ്റെ മാതാവ് വിധവയായി മാറി. 3 കുട്ടികളുമായി അമ്മ വളരെ ഭാരപ്പെടുവാൻ ഇടയായി. ആ കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ ഭവനത്തിന് മുകളിലൂടെ വിമാനം പറക്കുന്ന സമയങ്ങളിൽ ഞാൻ കൊതിയോടെ വിമാനം നോക്കുമായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, നോക്കരുത്, നമ്മൾ പാവങ്ങളാണ്. അങ്ങനെ ഞാൻ കർക്കശമായി നോക്കിയപ്പോൾ അമ്മ പറഞ്ഞു, നോക്കല്ല് എന്ന് പറഞ്ഞ് എന്നെ ശപിച്ചു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഓർത്ത് വെച്ചോ, ഞാൻ എന്നെങ്കിലും ഇതിനകത്ത് കയറും. പ്രിയ സഹോദരങ്ങളെ, രക്ഷയറിയാത്ത, കർത്താവിനറിയാത്ത ഞാൻ പിന്നത്തെ രക്ഷയിലേക്ക് വരുമ്പോൾ, ശുശ്രൂഷകനായി മാറുമ്പോൾ, ഞാൻ അറിയാത്ത രാജ്യങ്ങളിൽ ദൈവത്തിൻ്റെ വചനമായി പോകുവാൻ, ഈ ആകാശ നൗകയിൽ കയറി സഞ്ചരിപ്പാൻ സ്വർഗത്തിൽ ദൈവം എനിക്ക് കൃപ നൽകി. അപ്പോൾ പഠനം കാലഘട്ടത്തിൽ, ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ എനിക്ക് ക്ലാസ്മേറ്റായി ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഭാവി ജീവിതത്തിൽ എൻ്റെ ലൈഫ് പാർട്ട്ണറായി മാറേണ്ട ഒരു പെൺകുട്ടി. അങ്ങനെ എൻ്റെ ദാരിദ്ര്യവും സങ്കടവും മനസ്സിലാക്കിയ അവൾ പ്രീ ഡിഗ്രിയുടെ, ഇന്നത്തെ +2 പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിൻ്റെ ഒടുവിൽ അവൾ എന്നോട് പറഞ്ഞു, ഞാൻ പറയുന്നതൊക്കെ നീ അതുപോലെ കേൾക്കണം. അങ്ങനെ അവളുടെ വാക്ക് വിശ്വസിച്ച് ഞാൻ കോളേജിൻ്റെ ഏറ്റവും കുറവുള്ള ഭാഗത്ത് ഉച്ചയ്ക്ക് ചെന്നിരിക്കുമ്പോൾ അവൾ എൻ്റെ കയ്യിൽ ഒരു പൊതി എടുത്തു തന്നു. ഭാവിയുടെ പദ്ധതികളെക്കുറിച്ചായിരിക്കുമെന്ന് വിചാരിച്ച് പ്രതീക്ഷയോടെ ഞാൻ ആ പൊതി നിവർത്തി. ബാങ്കിൽ പോകാനുള്ള ലോണിൻ്റെ പേപ്പറുകളോ സാമ്പത്തിക സഹായമോ, കാരണം ഒരു മകളായ വലിയൊരു സമ്പന്നയാണവൾ. അങ്ങനെ പ്രതീക്ഷയോടെ ഞാൻ ആ പൊതി നിവർത്തി നോക്കുമ്പോൾ എൻ്റെ ഹൃദയം തകർന്നു പോയി. കാരണം അവൾ എനിക്ക് തന്ന പൊതിക്കകത്തിരുന്നത് ഒരു വേദപുസ്തകമായിരുന്നു. ഞാൻ ചോദിച്ചു, നായർ സമുദായത്തിൽപ്പെട്ട നീ ക്രിസ്ത്യാനിയാണോ? ഞാൻ നശിപ്പിക്കാൻ നടക്കുന്ന ഇവരുടെ ദൈവത്തെയാണോ നീ പ്രാർത്ഥിക്കുന്നത്? അവൾ പറഞ്ഞു, നീ അങ്ങനെയൊന്നും വിചാരിക്കരുത്, അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് മാറ്റി നിർത്തി പറയുന്നത്. കാരണം ഈ പെൺകുട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് അസ്ഥി ഉരുകുന്ന ഒരു രോഗം അവൾക്കുണ്ടായിരുന്നു. ആ രോഗത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി അവൾ ട്യൂഷൻ പഠിപ്പിക്കുന്ന പെന്തക്കോസ് ടീച്ചർ അവൾക്ക് ബൈബിൾ കൊടുത്തിട്ട് പറഞ്ഞു, രക്തസ്രാവക്കാരി 12 വർഷം പ്രയാസപ്പെട്ടിട്ടും യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടപ്പോൾ തനിക്ക് സൗഖ്യം വന്ന സാക്ഷ്യം പറഞ്ഞപ്പോൾ അവൾ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ 2 മാസത്തിനകത്ത് അവളുടെ അസ്ഥി ഉരുകുന്ന രോഗം മാറുകയും അവൾ അടിയുറച്ച വിശ്വാസിയായി മാറുകയും ചെയ്തു. ബൈബിൾ തന്നെ പറയുന്നു, നിങ്ങൾ ആർത്തുഘോഷിച്ചില്ലെങ്കിൽ ഈ കല്ലുകൾ ആർത്തുഘോഷിക്കും. അതുകൊണ്ട് ആ വിശ്വാസത്തിൻ്റെ ഉറപ്പിലാണ് അവൾ എനിക്ക് വേദപുസ്തകം തന്നത്. സത്യമായും അത് വച്ച് വായിക്കണമെന്ന് തന്നെ വിചാരിച്ചു. കാരണം വർഷങ്ങൾക്ക് മുമ്പ് 10ാം ക്ലാസ് ഞാൻ പഠിക്കുമ്പോൾ വിശപ്പ് കൊണ്ട് ഞാനൊരു ഭാഗത്ത് മാറിയിരിക്കുമ്പോൾ ഒരു ദൈവദാസൻ, നെടുവങ്ങാട് എന്ന ട്രിവാൻഡ്രം ഭാഗത്തുള്ളൊരു ദൈവദാസൻ വന്ന് പറഞ്ഞു, നിങ്ങളുടെ പേര് ഇന്നതാണ്, വിജയാണ്. ഞാൻ പറഞ്ഞു, അതെ. നിങ്ങളൊരു വിശ്വകർമ്മ ഫാമിലിയാണ്? ഞാൻ പറഞ്ഞു, അതെ. അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊരു സുവിശേഷകനായി മാറും. എൻ്റെ രക്തം തിളച്ചു. അയാളുടെ ഉടുപ്പ് ഞാൻ കീറി, മുണ്ട് കീറി. അദ്ദേഹം പറഞ്ഞു, നിങ്ങളെന്നെ കൊന്നാലും ദൈവാലോചനയ്ക്ക് മാറ്റമില്ല. അവസാനം ബൈബിൾ കീറി അതിൻ്റെ അറ്റം അയാളുടെ വായിലും ഉടുപ്പിലും ഒക്കെ ചുരുങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ദർശനത്തിൻ്റെ അവധിയുണ്ട്, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ദൈവത്തെ കേൾക്കുന്നവർ സങ്കടത്തോടെ, പ്രയാസത്തോടെ, വേദനയോടെ ആയിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ യേശുവിൽ വിലയം പ്രാപിക്കൂ. നിങ്ങളുടെ അവസ്ഥകളെ മാറ്റുവാൻ സ്വർഗത്തിൽ ദൈവത്തിന് കഴിയും. അങ്ങനെ ഞാൻ ആയിരുന്നത് കൊണ്ട്, ശരിക്കും ഈ പ്രവചനം എൻ്റെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് ഈ ബൈബിൾ വാങ്ങാമെന്ന് തന്നെ വിചാരിച്ചു. അപ്പോഴേക്കും എൻ്റെ കൂട്ടുകാർ വന്ന് എൻ്റെ ചുറ്റും വളയുകയും എന്നെ വല്ലാതെ പ്രകോപിപ്പിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ കൂട്ടുകാരിലൊരുത്ത് എനിക്കൊരു ലൈറ്റർ തരികയും ഈ വേദപുസ്തകത്തെ പിടിച്ച് ഞാൻ അടിഭാഗം കത്തിക്കുകയും ചെയ്യുമ്പോൾ ഈ പെൺകുട്ടി വിളിച്ചു പറഞ്ഞു, ഓർത്തു വച്ചോ, ഇത് ജീവൻ്റെ വചനമാണ്. ഇന്നല്ലെങ്കിൽ നാളെ നീ ഇത് ചുമക്കുന്ന ഒരു കാലം വരും. പ്രിയ സഹോദരങ്ങളെ, മനസ്സോടെ ആണെങ്കിലും പിന്നത്തേതിൽ നിത്യരക്ഷയിലേക്ക് വരുമ്പോൾ അത് ചുമക്കേണ്ട അവസ്ഥ സ്വർഗത്തിൽ ദൈവം എനിക്ക് തന്നു. ബൈബിൾ പറയുന്നു, സദൃശവാക്യം 4:8, അതിനെ ഉയർത്തുക, എന്നാൽ അത് നിങ്ങളെ ഉയർത്തും. അതിനെ നിങ്ങൾ ആലിംഗനം ചെയ്താൽ അത് നിങ്ങൾക്ക് മാനം വരുത്തും. അങ്ങനെ കാലഘട്ടം കഴിഞ്ഞു. പഠനത്തിൻ്റെ
അവസ്ഥ കഴിയുന്ന അവസരത്തിൽ അങ്ങനെ ആ ബന്ധം പൊളിയുന്നു, ആ പെൺകുട്ടി പിരിയുന്നു. പിന്നത്തെ കാണുന്ന വർഷങ്ങൾക്ക് ശേഷമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നത്തെ എനിക്ക് വിവാഹം ഉറപ്പിക്കുകയാണ്. വിവാഹം ഉറപ്പിക്കുക കാരണം എൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് ഒരു അസുഖമൊക്കെ, രക്തവാതം എന്ന അസുഖം വന്ന് അമ്മയെ സഹായിക്കാൻ അങ്ങനെ നെയ്യാറ്റിൻകരയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലത്ത് ഞാൻ അമ്മയെ ആലോചിക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ഈ ആലോചിക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു സംഭവം പറയുന്നത്, വിവാഹത്തിന് ശേഷമുള്ളൊരു സംഭവം പറഞ്ഞിട്ട് ഈ ഭാഗം പറയുന്നതായിരിക്കും നല്ലത്. ഞാൻ 1997 നവംബറിൽ നെയ്യാറ്റിൻകരയിൽ ഒരു ഹൈന്ദവ ദേവാലയത്തിൽ വെച്ച് എൻ്റെ ഭാര്യയാകുന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. അപ്പോൾ ഈ പെൺകുട്ടിയെ വിവാഹം കഴിഞ്ഞ് കുടുംബജീവിതത്തിൽ പ്രവേശിക്കുമ്പോൾ ആ ഒരു 10-14 ദിവസം കഴിയുമ്പോൾ രാത്രി ഈ പാവപ്പെട്ട എൻ്റെ ഭവനത്തിനകത്ത് കിടക്കയിൽ ഭാര്യയില്ല. അപ്പോൾ ഉത്കണ്ഠയോടെ എൻ്റെ ഭാര്യയെ ഞാൻ അന്വേഷിക്കുമ്പോൾ ഭാര്യയില്ല. അവസാനം വിളക്ക് തെളിച്ച് നോക്കുമ്പോൾ അരമാലയ്ക്കപ്പുറത്ത് കട്ടിലിനിടയിൽ എൻ്റെ ഭാര്യ പ്രാർത്ഥിക്കുന്ന ഒരു ഭീകരമായ രംഗം ഞാൻ കണ്ടു. കാരണം ഞാൻ എതിർക്കുന്ന ക്രൈസ്തവരുടെ ദൈവത്തെ അവൾ യേശുവേ യേശുവേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് വളരെ വേദനയായി, അവളെ കൊല്ലാനുള്ള മനോഭാവം ഉണ്ടായി. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, അവൾ നീണ്ട 8 വർഷമായി രഹസ്യ വിശ്വാസിയാണ്. ഞാൻ രക്തം തിളച്ചു. കാര്യം എന്തെന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, സ്വന്തം സഹോദരനാകുന്ന അവന് തലവേദന ഉണ്ടായിരുന്നു. പഠിക്കുന്ന ക്ലാസ്സിൽ പോകുമ്പോൾ ഒരിക്കലും തല നിവർന്നിരിക്കാതിരിക്കുന്ന അവൻ്റെ വേദന കണ്ട് അവനെ ട്യൂഷൻ പഠിപ്പിച്ച ആ തമിഴ്നാട്ടിലെ ബെന്തക്കോസ് ടീച്ചർ അവനോട് പറഞ്ഞു, വരുന്ന ഞായറാഴ്ച ഇതിനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാം. അങ്ങനെ ആശുപത്രിയിലേക്ക് പോകാൻ പ്രതീക്ഷയോടെ എത്തിയ അവനെ ടീച്ചർ കൊണ്ട് കടത്തിയത് ഒരു ആരാധനാലയത്തിലാണ്. ദിവസങ്ങളായി ഉപവാസം നടക്കുന്ന അവിടെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ വർഷങ്ങളായി ചികിത്സിച്ചിട്ട് മാറാത്ത അവൻ്റെ തലവേദനയെ സ്വർഗത്തിൽ ദൈവം മാറ്റിക്കൊടുത്തു. ബൈബിൾ പറയുന്നു, അവൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നുമിരിക്കുന്നു. നിങ്ങൾ ഏത് രോഗത്തിൽ ഭാരപ്പെടുന്നുവെങ്കിലും ദൈവമാണ് ഏക പ്രതിവിധി, കർത്താവാണ്. അങ്ങനെ പിന്നത്തേതിൽ അവൾ പറഞ്ഞു, അങ്ങനെ അവിടെ നിന്നും അവൻ പിന്നെ ഇവിടുന്ന് പോവുകയും ഗുജറാത്തിൽ മിഷണറിയായി മാറുകയും ചെയ്തു. അങ്ങനെ സ്വന്തം സഹോദരിയുടെ ഭവനത്തിൽ നെയ്യാറ്റിൻകര കൊണ്ട് നിർത്തുമ്പോഴാണ് ഞാൻ വിവാഹത്തിന് വേണ്ടി ആലോചിക്കാൻ പോകുന്നത്. അപ്പോൾ ദൂരെ കൂടെ എന്നെ ഈ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടി കണ്ടപ്പോൾ അവൾ ദൈവത്തോട് ഇന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ രാക്ഷസനായിരിക്കുന്ന ഈ മനുഷ്യനാണോ ഞാൻ കെട്ടേണ്ടത്? കാരണം എൻ്റെ നെറ്റിയിൽ കുറിപ്പാടുകളും കയ്യിൽ പല നൂലുകളും കിടക്കുന്നത് കൊണ്ട് അവൾക്ക് വ്യാകുലപ്പെട്ടു. അപ്പോൾ ദൈവാത്മാവളോട് പറഞ്ഞു, ഇപ്പോൾ നീ സമ്മതിക്കണം, സകലവും നന്മയ്ക്കായി മാറ്റും. വേദപുസ്തകം കത്തിച്ചതും സഭകൾ ഉപദ്രവിച്ചതുമായ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഇവളുടെ ബന്ധുക്കളും ചാർച്ചക്കാരും ഉള്ളതുകൊണ്ട് പറയുമ്പോൾ ദൈവാത്മാ പറഞ്ഞു, ജാതികൾക്കിടയിൽ സുവിശേഷം അറിയിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന മാനപാത്രമാകുന്നു ഇവൻ. അങ്ങനെ അവൾ കല്യാണത്തിന് സമ്മതിക്കുകയും അന്ന് തൊട്ട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, എൻ്റെ ഭവനത്തിൽ പ്രകടിപ്പിക്കാൻ കഴിയാത്ത എൻ്റെ വിശ്വാസം ഞാൻ കല്യാണം കഴിഞ്ഞ് പോകുന്ന ഭവനത്തിലെങ്കിലും ഒന്ന് പ്രകടിപ്പിക്കാൻ കഴിയണമേ എന്ന് പ്രാർത്ഥിച്ചു. 8 വർഷം തമിഴ്നാട്ടിലോട് പ്രാർത്ഥിച്ചിട്ടും ഈ ചുരുക്കം ദിവസങ്ങളിൽ കേരളത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് കല്യാണം ഉറപ്പിക്കുന്നത്. കല്യാണത്തിന് 10 ദിവസം ബാക്കി. ഒരു ഹൈന്ദവ ഭവനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മരണം സംഭവിച്ചാൽ കല്യാണം മുടങ്ങും. ആ സമയത്ത് പെട്ടെന്ന് എൻ്റെ ഇളയ സഹോദരന് അവന് ഇടത് സൈഡ് മുഴുവൻ സ്തംഭിച്ചു. അതായത് വലത് സൈഡിനേക്കാൾ ഇരട്ടിയായി ശരീരം. അവസാനം അത് ചികിത്സയുടെ ഒടുവിലാണ് അറിയുന്നത് അത് അവൻ്റെ പാരലൈസ്ഡ് ക്യാൻസർ ആണെന്ന്. അങ്ങനെ അവനെ ഓപ്പറേഷന് വേണ്ടി അവിടെ കയറ്റുന്നു. തടിച്ച ശരീരത്തിൽ വയറിൻ്റെ ഭാഗത്ത് 39 സ്റ്റിച്ചും ഷോൾഡറിൻ്റെ ഭാഗത്ത് 19 സ്റ്റിച്ചും കാൽമുട്ടിൻ്റെ അടിയിൽ 9 സ്റ്റിച്ചുമായി ഓപ്പറേഷന് വേണ്ടി അകത്ത് കയറ്റി 3 ഡോക്ടർമാർ ഒന്നിച്ച് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അനസ്തേഷ്യ കൊടുത്തിരിക്കുന്ന രോഗി 2 മണിക്കൂർ കൊണ്ട് ഉണർന്നില്ലെങ്കിൽ മരിച്ചു എന്നാണല്ലോ. അങ്ങനെ അവനെ മരിച്ചവരുടെ കൂട്ടത്തിൽ 5 പേരുടെ കൂട്ടത്തിൽ എൻ്റെ അനുജനെയും മൂടിക്കിടത്താനിടയായി. അങ്ങനെ ഞങ്ങൾ പുറത്തുനിന്നും അറിയാതെ കാത്തിരിക്കുന്നു. അങ്ങനെ കാത്തിരുന്ന് സമയം കഴിയുമ്പോൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന 3 സുവിശേഷ പ്രവർത്തകർ മെഡിക്കൽ കോളേജിൻ്റെ ഓർത്തോ വാർഡിൻ്റെ ഓപ്പറേഷൻ തിയേറ്റർ മുഴുവൻ ആളൊഴിഞ്ഞു. ഇനി വരേണ്ടത് എൻ്റെ അനുജൻ മാത്രം. 10 ദിവസം കഴിഞ്ഞാൽ എൻ്റെ കല്യാണം. ഇവൻ മരിച്ചാൽ കല്യാണം മുടങ്ങും. അങ്ങനെ വേവലാതിപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മയുടെ അടുത്തേക്ക് ഇതാ 3 സുവിശേഷ പ്രവർത്തകർ വേദപുസ്തകവുമായി കടന്നു വരുന്നു. അമ്മയുടെ കരച്ചിൽ കണ്ട് അവർ പറഞ്ഞു, എന്താണ്? അമ്മ പറഞ്ഞു, ഇവൻ്റെ കല്യാണം, അകത്ത് ഇവൻ്റെ അനുജൻ. എനിക്കൊന്നും അറിയില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. സ്വതവേ ക്രിസ്ത്യാനികളെ ഇഷ്ടമില്ലാത്ത ഞാൻ ഇത് കണ്ടിട്ട് അടങ്ങിയിരിക്കാൻ എനിക്ക് പറ്റുന്നില്ലെങ്കിലും ആശുപത്രിയാണ്. അവർ പ്രാർത്ഥിച്ചു, അകത്ത് കിടക്കുന്ന മകനെയല്ല, ഈ ഇരിക്കുന്ന മകനെയും ദൈവം കണ്ടിരിക്കാൻ സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ എന്ന് പറഞ്ഞവർ ഹല്ലേലൂയ അവർ ആമേൻ പറയുമ്പോൾ ഓപ്പറേഷൻ തിയേറ്റർ തുറക്കപ്പെട്ടു. വർഷങ്ങൾക്ക് മുമ്പ് കോളേജിൽ വെച്ച് ബൈബിൾ കത്തിച്ച അന്നത്തെ എൻ്റെ പ്രിയ കൂട്ടുകാരി ഇപ്പോൾ നേഴ്സാണ്. അവൾ പുറത്തുനിന്ന് ഓപ്പറേഷൻ സക്സസ് വിജയിച്ചു. അവസാനം പിന്നീട് എൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കുമ്പോൾ ആ പെൺകുട്ടി പറഞ്ഞതാണ്, അകത്ത് ശവത്തിൽ 5ാമത്തെ ശവമായി കിടന്ന ഇവൻ 4 പേരെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കൊണ്ടുപോയി ഇവൻ്റെ ശവം എടുക്കാൻ വരുമ്പോഴാണ് പുറത്ത് പ്രാർത്ഥന. ആ പ്രാർത്ഥന സമയത്ത് താൻ ഓപ്പറേഷൻ ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങിപ്പോകാൻ ഒരുങ്ങുമ്പോൾ കത്രിക അന്വേഷിക്കുമ്പോൾ മൂടിക്കിടന്ന ശവത്തിൻ്റെ കാലുകൾ അനങ്ങുന്നു എന്ന് സംശയം.
സംശയം. അങ്ങനെ തുണി വലിച്ചു മാറ്റി മരിച്ചു അല്ലെന്ന് മനസ്സിലായപ്പോൾ ഡോക്ടർ വിളിച്ചു വരുത്തി പിന്നെ സ്റ്റിച്ചിട്ട് കൊണ്ടുവന്നു. അന്ന് അവനെ കൊണ്ടുവന്ന് അവനെ പിന്നീട് 10 ദിവസം കഴിഞ്ഞ് വിവാഹത്തിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിൽ അവനെ ആരോഗ്യവാനാക്കി മാറ്റി. അങ്ങനെ അവൻ വിടുതലായപ്പോൾ അമ്മ വിശ്വാസിയായി. അന്ന് മുതൽ ആലയത്തിൽ പോകും. അപ്പോൾ കല്യാണം കഴിഞ്ഞ പെൺകുട്ടി വിശ്വാസിയാകാൻ പ്രാർത്ഥിച്ചപ്പോൾ അവൾ കല്യാണം കഴിഞ്ഞ് എൻ്റെ ഭവനത്തിലെത്തുമ്പോൾ എൻ്റെ ഭവനത്തിൽ അമ്മ വിശ്വാസിയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ആരാധനയ്ക്ക് പോകും. എനിക്കത് വലിയ ജോലിയായി. ഇവരെ വിളിച്ചു കൊണ്ടുവരണം. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. 1999 ആയപ്പോൾ കടബാധ്യത കൂടിയ ഞാൻ ആത്മഹത്യയ്ക്ക് സൂയിസൈഡിന് ശ്രമിച്ചു. അങ്ങനെ ഒരു രാത്രി എൻ്റെ മൂത്ത മകൻ 1.25 വയസ്സുള്ളപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നു. വിഷം കഴിച്ച് മരണത്തിൻ്റെ അവസ്ഥയിലാകുമ്പോൾ ഞാൻ മുഖാമുഖം കർത്താവിനെ കാണുവാനിടയായി. എൻ്റെ തലയിലേക്ക് പതിച്ച കർത്താവിൻ്റെ കരം, അന്നലെ വരെ എനിക്ക് ഭാരമായിരുന്ന എൻ്റെ തലയുടെ വെയിറ്റെല്ലാം ഒരു കടലാസ് പോലെ, ഒരു നിർമ്മലനായി ഇന്നലെ ജനിച്ച കുട്ടിയെപ്പോലെ എനിക്ക് അവസ്ഥ അനുഭവപ്പെട്ടു. പിറ്റേന്ന് രാവിലെയൊക്കെ എണീക്കുമ്പോൾ എൻ്റെ ബോധത്തിൻ്റെ കുറവുണ്ടായി. എങ്കിലും അവരുടെ പ്രാർത്ഥനയാൽ പിന്നത്തെ ഞാൻ വിശ്വാസിയായി മാറുകയും പതിയെ 2000 വചനം പറയുവാനും 2003 കൂടി എനിക്ക് ശുശ്രൂഷകൾ കിട്ടുവാനും അറിയപ്പെടുന്ന പ്രസംഗകനാകുവാനും രാജ്യത്തും വിദേശത്തും കേരളത്തിലും ഇന്ത്യയുടെ പല രാജ്യങ്ങളിലും പോകുവാൻ സ്വർഗത്തിൽ ദൈവം സഹായിച്ചു. ഇന്ന് 2 മക്കളായി താമസിക്കുന്നു. മൂത്ത മകൻ യൂറോപ്പ് എന്ന രാജ്യത്തിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയർ സോഫ്റ്റ്വെയറായി പഠിക്കുന്നു. ഇളയ മകൻ പഠനത്തിന് വേണ്ടി ശ്രമിക്കുകയും ഉപജീവന വഴികളും ചെയ്യുന്നു. ഭാര്യയും കുടുംബമായി നെയ്യാറ്റിൻകരയ്ക്ക് അടുത്ത് കുടുംബമായി ശുശ്രൂഷ ചെയ്യുന്നു. ഈ ദൈവം നിത്യദൈവം, ഈ ദൈവം ഏകദൈവം, ഈ ദൈവം സത്യ ദൈവം, ഈ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുക മാത്രമല്ല നിങ്ങളെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുകയും ചെയ്ത ദൈവമാകയാൽ നിങ്ങൾ ഏത് മതത്തിലോ ജാതിയിലോ പെട്ട ആളായാലും ദൈവത്തിൽ വിലയം പ്രാപിക്കുക. സ്വർഗം നിങ്ങളെ സഹായിക്കട്ടെ. ഈ സാക്ഷി നൽകിയ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് താണിരിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധി അനുഗ്രഹിക്കുമാറാകട്ടെ.